ഒരു മുംബൈയിലാണെങ്കിൽ അലീനയും കൂടാതെ എൽസമ്മയും ചേർന്ന് റീതാമയെ പൊളിച്ചെടുക്കുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, റീതാമ എൽസമ്മയെ ഇറക്കുന്നത് അത് എൽസമ്മയ്ക്കും അലീനയ്ക്കും സ്റ്റാലിനും കൂടാതെ മക്കൾക്കും ഒന്നാവാനുള്ള ഒരു അവസരമായി മാറുകയാണെന്ന് കാണാം. ഒടുവിൽ എൽസമ്മയെ ഇറക്കി രസിക്കാൻ വിചാരിച്ച റീത്തയ്ക്ക് തന്നെ പണി കിട്ടുന്നൊരു കാഴ്ചയാണ് നമുക്ക് മഴ തോരും മുംബൈയിൽ ഇനി കാണാനായിട്ട് സാധിക്കുക. സ്വത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ചൂതുകളിയാണ് നമ്മുടെ റീതാമ കളിക്കുന്നത്. അതായത് സ്റ്റാലിൻ്റെ ഭാര്യയെ ഉപയോഗിച്ചുള്ള ഒരു നാണം കെട്ട കളി. അവരുടെ മനസ്സിൽ വിഷം നിറച്ചുകൊണ്ട് അലീനയെയും സ്റ്റാലിനെയും അവർക്കിടയിലേക്ക് യുദ്ധത്തിനയക്കാൻ ഒരു തേരായി ഉപയോഗിക്കുകയാണ് റീത്ത നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യയായ എൽസമ്മയെ. എൽസമ്മ അവിടെ ചെന്നതും ഓരോ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് സ്റ്റാലിനോട് ആദ്യം തന്നെ കയർക്കുകയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എൻ്റെ ജീവിതം തകർത്തത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയൊരു മകളുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുന്നു. ഈ മകളെ കൊണ്ടുവരാനാണോ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഒറ്റയ്ക്ക് മാറി താമസിച്ചതെന്ന് ചോദിക്കുന്നു. എൻ്റെ വേറെ ഒരു മക്കൾക്കും ഇല്ലാത്ത എന്തിന് പരിഗണനയാണ് ഇവൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നു. അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നു. അപ്പോഴാണെങ്കിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇവളും നമ്മുടെ മക്കളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. നമ്മുടെ മക്കൾ വളരെയധികം ഭക്ഷണമൊക്കെ കഴിച്ച് സമ്പന്നമായ ജീവിതവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നയിച്ചതെന്നും നമ്മുടെ മക്കൾക്ക് എന്നെ വേണ്ട നിന്നെ മാത്രം മതി എന്നും നീ അങ്ങനെ വളർത്തി എന്നും പറയുന്നു. എന്നെങ്കിലും അവർ എന്നെ സ്നേഹത്തോടെ പപ്പ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു. ചൂണ്ടിക്കാട്ടാൻ മാത്രം പേരിനായൊരു പപ്പ, അല്ലാതെ വേറെ എന്തെങ്കിലും അധികാരമോ അവകാശമോ എനിക്ക് അവരുടെ പേരിലുണ്ടോ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നു. ഇവിടെ അതല്ല. എൻ്റെ ഈ മകള് 23 വർഷക്കാലം സമ്പന്നമായ ജീവിതമൊന്നുമല്ല ജീവിച്ചത്. വേലക്കാരിയായി, അടുക്കളക്കാരിയായി ഒരു ജീവിതം, അനാഥാലയത്തിലെ ഒരു ജീവിതം, ഒരുപാട് കഷ്ടതയേറിയ മറ്റൊരു ജീവിതം. ഇതെല്ലാം തരണം ചെയ്താണ് എൻ്റെ മകൾ എൻ്റെ അടുത്തേക്ക് എത്തിയത്. പിന്നെയാണെങ്കിലേ ഇവളുടെ പപ്പ ഞാനാണ് എന്ന് പറയുന്നു. അതായത് ഇവൾക്ക് എന്നെ സ്നേഹിക്കാനും എനിക്ക് ഇവളെ സ്നേഹിക്കാനും കഴിയും എന്ന് പറയുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നു. ഞാൻ ഇതുവരെയും എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നു. കാരണം സ്നേഹിക്കാനായിട്ട് നീ അവരെ എൻ്റെ അടുത്തേക്ക് അയച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ മകളെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം നിങ്ങളുടെ ഈ അവസ്ഥ കാരണമല്ലേ, നിങ്ങളുടെ ഈ ഒടുക്കത്തെ കുടി കാരണമല്ലേ വിടാതിരുന്നത് എന്ന് പറയുമ്പോൾ അത് നീ പറയുന്ന അല്ലെങ്കിൽ നിന്നെ കൊണ്ട് റീതാമ പറയിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ, അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. നീയും റീതാമയും കൂടി ചേർന്ന് തന്നെ പരാജയപ്പെടുത്താനായിട്ട് നോക്കിയപ്പോൾ, പലതവണ ഒറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട്, എനിക്ക് ഉയർന്നു വരാനായിട്ട് ദൈവം തന്നതാണ് എൻ്റെ ഈ മകളെ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ കൈവിടാനായിട്ടോ തള്ളിക്കളയാനായിട്ടോ പറപ്പിക്കാനായിട്ടോ ഞാൻ ആരെയോ അനുവദിക്കില്ല എന്ന് പറയുന്നു. ഇവരെ ഇറക്കി വിടാൻ വരുന്നവർ ആദ്യം ഒരു കാര്യം ഓർക്കണം, ഇത് സ്റ്റാൻലി ജോസഫിൻ്റെ വീടാണ്. സ്റ്റാൻലി ജോസഫിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഈ അലീനയുടെ വീട് കൂടിയാണ് എന്ന്. വേറെ ആർക്കും ഞാനിവിടെ അധികാരം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഇത് ഇവളുടെ പേരിൽ ഞാൻ ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും. എൻ്റെ സ്വത്തിൻ്റെ അവകാശി ഇവളെ ആക്കിയെന്നുമിരിക്കും. അതിന് നിനക്കെന്തായാലും ചോദ്യം ചെയ്യാൻ കാര്യം എന്ന് ചോദിക്കുന്നു.
ഒരാളുടെ വാക്ക് കേട്ട് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയവളല്ലേ നീ? നിന്നോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? യാതൊരു ഗുണവുമില്ലാത്ത ഒരു വ്യക്തിയല്ലേ നീ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം സ്റ്റാൻലി, നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ നിങ്ങളുടെ മദ്യപാനം നിർത്താൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്ന് എൽസമ്മേ, പ്രാർത്ഥന വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ നീ എൻ്റെ മക്കളെ എന്നിൽ നിന്നും അകറ്റി നിർത്തിയില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഒരച്ഛൻ എങ്ങനെയായിരിക്കണമെന്നുള്ള പാഠം ഞാൻ ഇപ്പോൾ പഠിക്കേണ്ടി വരുന്നതെന്ന് പറയുന്നു. അതായത് എൻ്റെ ഈ മോളെ മുമ്പിൽ എനിക്ക് സ്നേഹിക്കാനായിട്ട് അറിയില്ലായിരുന്നു, അവൾ എന്നെ എല്ലാം പഠിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവൾ ഓരോന്നോരോന്നായി എന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു തന്നു. അതെല്ലാം നീയും നിൻ്റെ നശിച്ച റീത്താമ്മയും കാരണമാണ് എന്ന് സ്റ്റാൻലി എൽസമ്മയോട് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ തലയിടാൻ വരുന്നില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വസ്ഥമായി അല്ലേ ജീവിക്കുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഇതും എൻ്റെ മോളാണ്, വേറെ ആരുമല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ എൽസമ്മയാണെങ്കിൽ സ്റ്റാലിൻ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് അലീന അവിടേക്ക് വരികയാണ് എന്ന് കാണാം. അലീന വന്നു കഴിയുമ്പോൾ അലീന നമ്മുടെ എൽസമ്മയോട് സംസാരിക്കുകയാണ്, മിണ്ടുകയാണ്, കാര്യങ്ങൾ ചോദിക്കുകയാണ്, പറയുകയാണ്. അതായത് റീത്താമ്മ കാരണമാണ് പപ്പയുടെ ജീവിതം ഇങ്ങനെ ആയത് എന്നാണ് പപ്പ പറയുന്നത്. സത്യം പറഞ്ഞാൽ പപ്പ തെറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അതായത് റീത്താമ്മ ഒരുപാട് ചതിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. നിങ്ങളെ ഇങ്ങോട്ട് വിട്ടത് അതിനു വേണ്ടി തന്നെയാണ്. നിങ്ങളെ വിട്ട് പണം തട്ടിയെടുക്കുക, സ്വത്ത് കൈക്കലാക്കുക എന്നതല്ലേ അവരുടെ ഉദ്ദേശം? അവർ അതല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം റീത്തയുടെ ഉദ്ദേശം ഇവൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ എൽസമ്മ. അപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ ജീവിതത്തിൽ നടന്നതും വല്യപ്പച്ചൻ പറഞ്ഞതുമായ കഥകൾ എല്ലാം പറയുന്നുണ്ട്. അവരൊരുപാട് ലക്ഷങ്ങൾ തിന്ന കണക്ക് വരെ നമ്മുടെ എൽസമ്മയുടെ മുൻപിൽ അലീന നിരത്തുകയാണ്. ഇതേ സമയം എൽസമ്മ ഞെട്ടുകയാണ്. ഒടുവിൽ തന്നെ ചതിച്ച, തന്നെ കബളിപ്പിച്ച റീത്തയെ പൊളിക്കാൻ അലീനയുടെ സഹായം തേടുകയാണ് നമ്മുടെ എൽസമ്മ എന്ന് കാണാം. ഇത് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ്. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.